2008 മുംബൈ ഭീകരാക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ NSC കമാൻഡോ PV മനേഷ് സിനിമ കാണാനായി എത്തിയതായിരുന്നു. തിയേറ്ററിന് മുന്നിൽ അപ്രതീക്ഷിതമായി ഒരു അമ്മയെയും കുഞ്ഞിനെയും കണ്ടു. ഒരു മാസം മുന്നേ ഞാനൊരു സിനിമ കാണാൻ വന്നപ്പോൾ അവിടെ ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു അമ്മ ഒരു കുട്ടിയുമായി വന്നു. ആ കുട്ടി ഒരു ഡിസബിൾഡ് ആയിട്ടുള്ള കുട്ടിയാണ്. സെർബൽ പസ് എനിക്കൊന്ന് സെർബൽ പസ് ബാധിച്ച ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ വെയിറ്റിലാണ് അമ്മക്ക് ഈ സ്റ്റെപ്പ് കയറാൻ വേണ്ടി സാധിക്കുന്നില്ല. ആ സാധിക്കാത്ത അവസരം ഞാൻ ചോദിച്ചു, എന്താ പറ്റിയല്ല ഇവിടെ സ്റ്റെപ്പ് കയറാൻ വേണ്ടി ഒരു പ്രയാസമുണ്ട്. ആ അമ്മയോട് ഞാൻ ചോദിച്ചു, എന്തിനാ നിങ്ങൾ മകൾ ഇതായിട്ട് സിനിമ കാണാൻ നിൽക്കുമെന്ന് ചോദിക്കുമ്പോൾ ആ അമ്മ പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്ക് നമ്മുടെ കേരളക്കാർ ഒന്നടങ്കം വളരെയേറെ സ്നേഹത്തോട് കാണേണ്ട വാക്കാണ്. അവർ പറഞ്ഞത്, എൻ്റെ മകൾ ചിരിക്കുന്നത് ഈ സിനിമകൾ കാണുമ്പോൾ മാത്രമാണ്. മനസ്സിലുടക്കിയ അമ്മയുടെ വാക്കുകളുമായി PV മനേഷ് ഉടൻ വിവിധ കമ്മീഷനുകളെയും അധികാരികളെയും സമീപിച്ചു. തിയേറ്ററുകളും ഭിന്നശേഷി സൗഹൃദമാക്കണമെന്ന് ആവശ്യം അറിയിച്ചു. ഞാൻ ഡിസബിലിറ്റി കമ്മീഷണർക്കും അതേപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷണറും ഡിസ്ട്രിക്ട് കളക്ടർക്കും അതേപോലെ കോർപ്പറേഷൻ അധികാരികൾക്കും ഞാൻ എൻ്റേതായിട്ടുള്ളൊരു പരാതി എന്ന രീതിയിൽ അയച്ചപ്പോൾ ആ പരാതി കിട്ടിയപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് ആ സന്ദർഭത്തിൽ തന്നെ അതിൻ്റെ രണ്ടാമത്തെ ദിവസം തന്നെ ഇവരതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. ആ രീതിയിലേക്ക് നമ്മുടെ ഈ സവിത ഫിലിം സിറ്റി മാറുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ എല്ലാ ഫിലിം തിയേറ്ററുകളിലും ഇതേപോലൊരു സംവിധാനം ഉണ്ടായിക്കൂടാ? കണ്ണൂരിലെ സവിത ഫിലിം സിറ്റി അതിവേഗം ഭിന്നശേഷി സൗഹൃദമായി മാറി. തിയേറ്റർ മുന്നിൽ വീൽ ചെയറും മുഴുവൻ സമയ ജീവനക്കാരെയും തയ്യാറാക്കി. റോഡിനോട് ചേർന്ന് ഭിന്നശേഷിക്കാർക്ക് മാത്രമായി പാർക്കിംഗ് സൗകര്യവും ഒരുക്കി. തിയേറ്ററിൻ്റെ സൈഡിൽ തന്നെ ഫസ്റ്റ് ഡോറിൻ്റെ സൈഡിൽ തന്നെ നമ്മളൊരു 8-9 കാറ് വെക്കേണ്ട വിധത്തിലുള്ള പാർക്കിംഗ് സംവിധാനം ആക്കിയിട്ടുണ്ട്. അത് അവർക്ക് മാത്രം റിസർവ് ചെയ്ത പാർക്കിംഗ് ഏരിയ ആണ്. അവിടുന്ന് തിയേറ്ററിൻ്റെ ഓഡിറ്റോറിയത്തിലേക്ക് കയറി വരാൻ വേണ്ടിയിട്ടുള്ള വീൽ ചെയർ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പിന്നെയുള്ളത് ഈ ടോയ്ലറ്റിൻ്റെയും നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലുള്ള അത് മാത്രമേ ഉള്ളൂ. അതിപ്പം എത്രയും പെട്ടെന്ന് അത് തീർക്കും. ഈ OTC ഭിന്നശേഷിക്കാർക്കെല്ലാം വലിയൊരു കാര്യമാണ്. കാരണം അവരെ സന്തോഷം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പടങ്ങൾ കാണുമ്പോൾ ചിരിക്കുന്നതെല്ലാം കാണുമ്പോൾ വല്ലാണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ടച്ചിങ് ആവുന്നുണ്ട്. അപ്പോൾ അതൊരു പരിധിവരെ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റി. മറ്റുള്ള തിയേറ്ററും ഇതൊരു പ്രചോദനമാകട്ടെ. പൊതുവിടങ്ങൾ ഭിന്നശേഷി സൗഹൃദമാക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ മുഴുവൻ തിയേറ്ററുകളെയും ഭിന്നശേഷി സൗഹൃദ പട്ടികയിൽ ഉൾപ്പെടുത്തി സർക്കാർ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.